സിനിമാക്കാരൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടർബോ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും വിശേഷങ്ങളുമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ടർബോ ജോസ് വൈശാഖാണ് ചിത്രത്തിന്റെ സംവിധായകൻ. പോക്കിരി രാജ എന്ന മാസ് മസാല എന്റർടൈനറുടെ മലയാള സിനിമയിലേക്ക് ചുവടുവെച്ച സംവിധായകനായിരുന്നു വൈശാഖ്. വൈശാഖ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ലെവൽ സിനിമ ഉറപ്പാക്കാവുന്ന സിനിമകളായിരുന്നു ആദ്യത്തെ കുറച്ച് സിനിമകൾ. ഇടയ്ക്ക് ചില തിരിച്ചടികളൊക്കെ വൈശാഖിന് കരിയറിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് തിരിച്ചു വരുമ്പോൾ ഒരു ഗംഭീര വരവുമായിട്ടാണ് വൈശാഖ് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു റീഎൻട്രിയാണ് നമ്മൾ ടർബോയിലൂടെ പ്രതീക്ഷിക്കുന്നത്. പോക്കിരി രാജ, മധുരരാജ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടി വൈശാഖും ഒന്നിപ്പിക്കുന്ന ആക്ഷൻ സിനിമ. വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ ആക്ഷൻ ബ്രാൻഡ് സംവിധായകനായ വൈശാഖ് മമ്മൂട്ടിയും ഒന്നിപ്പിക്കുന്ന അടുത്ത സിനിമ തുടങ്ങിയ പ്രതീക്ഷകളാണ്. ടർബോ എന്ന സിനിമയിൽ ടർബോ ജോസ് എന്ന നായക കഥാപാത്രത്തെ മമ്മൂട്ടി അഭിനയിക്കുന്നു. ടർബോ ജോസ് തുടരെയുള്ള മമ്മൂട്ടി കമ്പനിയുടെ 4 സിനിമകളുടെ നിർമ്മാണത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 5ാമത്തെ സിനിമയാണ് ടർബോ. കാതൽ എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ഫിലിം. കന്നഡ നടൻ അജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും മമ്മൂട്ടിയുടെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഇരുവരും ഒരുമിച്ചെത്തുന്ന ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ സിനിമ ഒരുപക്ഷെ ടർബോ തന്നെയായിരിക്കും. രജ്ബി ഷെട്ടി എന്ന നിർമ്മാതാവിനെയും അഭിനേതാവിനെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപാട് സൗത്ത് ഇന്ത്യൻ സിനിമകൾ ഇപ്പോൾ മലയാളികൾ കാണുന്നുണ്ട്. സിനിമയിലൂടെ രജ്ബി ഷെട്ടി എന്ന സംവിധായകനും അഭിനേതാവിനും വളരെ പരിചിതമായിരിക്കും. അടുത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെതായ കരിയറിലെ ഏറ്റവും ടോപ്പ് വേഷങ്ങളൊന്നായ ടോബി എന്ന ചിത്രത്തിലെ നായിക വേഷം, അതുകൂടാതെ ഗരുഡ ഗമന, വൃഷഭവാഹന തുടങ്ങിയ ചിത്ര സിനിമകളിലെ അഭിനയം, സംവിധാനം തുടങ്ങിയവ. ഇവിടുത്തെ തെലുങ്ക് നടൻ സുനിലാണ്. സുനിൽ പുഷ്പ എന്ന സിനിമയിലെ വില്ലൻ വേഷം, കൂടാതെ ജയിലർ എന്ന സിനിമയിലെ കോമഡി നടൻ. റിപ്പോർട്ടുകൾ പ്രകാരം 70 കോടി ബജറ്റാണ് ടർബോയ്ക്ക്. മെയ് 23-നാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാസ് ഉലുക്കിലെത്തുന്ന ടർബോ ജോസ് മലയാള സിനിമ കീഴടക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും. ടർബോയ്ക്കൊപ്പം ഇവിടെ ചർച്ചയാവുന്നത് സിനിമയുടെ സംവിധായകനായ വൈശാഖിന്റെ ഫിലിമോഗ്രഫി കൂടെയാണ്. 2010-ലാണ് ഒരു മാസ് മസാല ആക്ഷൻ എന്ന നിലയിൽ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി പോക്കിരി രാജ എന്ന സിനിമയുമായ മലയാള സിനിമയിലേക്ക് സ്വതന്ത്ര സംവിധായകനായി വൈശാഖ് പ്രവേശനം ചെയ്യുന്നത്. മമ്മൂട്ടിക്കൊപ്പം പൃഥ്വിരാജും കൂടെ ശ്രേയ ശരണും, നിർമ്മിടി വേണുവും, വിജയരാഘവനും ഒക്കെ. രാജ സൂപ്പർ ഹിറ്റ് ആവുക മാത്രമല്ല, 2010 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ. 6 കോടി രൂപ അല്ലെങ്കിൽ 7 കോടി രൂപ ബഡ്ജറ്റിലെടുത്ത പോക്കിരി രാജ 16 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ടാണ് തിയേറ്റർ വിട്ടത്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വൈശാഖ് തന്റെ 2ാമത്തെ സിനിമ സീനിയേഴ്സുമായി വരുന്നു. ജയറാം, കുഞ്ചാക്കോ ബോബൻ, മനോജ് കെ, ബിജു മേനോൻ തുടങ്ങിയവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം പഠിച്ച കോളേജിൽ വീണ്ടും പഠിക്കാനെത്തുന്ന സീനിയേഴ്സായ 4 വിദ്യാർത്ഥികളെ കഥയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് വൈശാഖ്. കോമഡി മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. 3 കോടി ബഡ്ജറ്റ് ഇറങ്ങിയ സിനിമ 16 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ ചെയ്തത്. 2012 റിലീസിനെത്തിയ മല്ലു സിംഗ് ആയിരുന്നു വൈശാഖിന്റെ 3ാമത്തെ സിനിമ. കുഞ്ചാക്കോ ബോബൻ, ഉണ്ണിമോഹൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്ത സിനിമയിൽ മല്ലു സിംഗ്, അതായത് ഹർവീന്ദർ സിംഗ് എന്ന നായകനെ അവതരിപ്പിച്ചത് ഉണ്ണിമോഹനായിരുന്നു. സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മല്ലു സിംഗ്. പൃഥ്വിരാജിനെ ആയിരുന്നു മല്ലു സിംഗ് നായകനായിട്ട് നിശ്ചയിച്ചിരുന്നെങ്കിലും തിരക്ക് മൂലം പൃഥ്വിരാജ് ആ വേഷം മാറ്റിവെച്ചപ്പോൾ ഉണ്ണിമോഹനിലേക്ക് എത്തുകയായിരുന്നു. ഇവർ രണ്ടുപേരെയും കൂടാതെ സീനിയേഴ്സ് സിനിമയിലെ താരങ്ങളായ കുഞ്ചാക്കോ ബോബനും, മനോജ് കെ ജയനും, ബിജു മേനോനും ഒക്കെ ഇതേ സിനിമയിൽ ഉണ്ടായിരുന്നു. 1 കോടി രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ മല്ലു സിംഗ് 8.5 കോടി രൂപ നേടിയാണ് കളം വിട്ടത്. റിപ്പോർട്ടുകൾ പ്രകാരം ആ കൊല്ലത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മല്ലു സിംഗ്. ദിലീപ് നായകനായി എത്തിയ സൗണ്ട് തോമയായിരുന്നു വൈശാഖിന്റെ സംവിധാനത്തിലെത്തിയ അടുത്ത ചിത്രം. ശബ്ദവൈകല്യമുള്ള നായകനെ ദിലീപ് ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഗംഭീര മേക്ക് ഓവറിൽ തോമയായി എത്തിയ ഈ ദിലീപ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മാത്രമല്ല ഈ ചിത്രത്തിന് വേണ്ടി ദിലീപ് എടുത്ത എഫോർട്ട് ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. 5 കോടി രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ സിനിമ 10 കോടി രൂപ ആഗോള കളക്ഷൻ നേടിയാണ് കളം വിട്ടത്. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ഇറക്കിയ വിശുദ്ധൻ, ഇന്ദ്രജിത്ത്, ജോജു ജോർജ് നായകന്മാരാക്കി എടുത്ത കസിൻസ് എന്നിവയായിരുന്നു വൈശാഖിന്റെ അടുത്ത സിനിമ. ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു വിശുദ്ധൻ. വിജയമായിരുന്നെങ്കിൽ പോലും ആ സിനിമയെയും അതിന്റെ തീമിനെയും പ്രേക്ഷകർ ഇന്നും പ്രശംസിക്കുന്നുണ്ട്. ഒരുപാട് ചർച്ചയായ വിഷയമാണ് ആ സിനിമ സംസാരിക്കുന്നത് തന്നെ. റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിലെത്തിയ സിനിമയായിരുന്നു പിന്നീട് സംവിധാനം ചെയ്ത കസിൻസ്. കുഞ്ചാക്കോ ബോബനൊപ്പം ഇന്ദ്രജിത്ത്, ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമ്മൂട് തുടങ്ങിയവരൊക്കെയായിരുന്നു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നത്. ഗാനരംഗങ്ങളൊക്കെ നല്ല ബഡ്ജറ്റിൽ ചിത്രീകരിച്ചുവെങ്കിൽ തന്നെ ബോക്സ് ഓഫീസിൽ വിജയം നേടാൻ സിനിമയ്ക്കായില്ല. ഈ 2 സിനിമകളുടെ പരാജയം വൈശാഖ് മാറ്റിവെച്ചത് പുലിമുരുകൻ എന്ന വമ്പൻ വിജയത്തിലൂടെയാണ്. മോഹൻലാലിനെ നായകനാക്കി ഇറക്കിയ പുലിമുരുകൻ അത്തവണത്തെ ഇൻഡസ്ട്രി ഹിറ്റ് മാത്രമല്ല സമ്മാനിച്ചത്, 140 കോടി രൂപ കളക്ഷൻ എന്ന ഒരു വേൾഡ് വൈഡ് കളക്ഷൻ കൂടി സ്വന്തമാക്കിയിട്ടാണ് കളം വിട്ടത്. അതുവരെ ഇറങ്ങിയ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ, 100 കോടി ക്ലബ്ബ് എന്ന മാജിക്കിലെത്തിയ സിനിമ തുടങ്ങിയ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടാണ് പുലിമുരുകൻ കളം വിട്ടത്. പുലിമുരുകന് ശേഷം വൈശാഖിന്റെ അടുത്ത കോമ്പിനേഷൻ മമ്മൂട്ടിയുമായിട്ടായിരുന്നു 2016 വിഷു റിലീസായി എത്തിയ മധുരരാജ. ഈ സിനിമ അത്തവണത്തെ വിഷു വിന്നറായി മാത്രമല്ല ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ്. 27 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ 100 കോടി രൂപ കളക്ഷൻ നേടിയെന്നാണ് അണിയർ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. അത്രയൊന്നും എത്തിയില്ലെങ്കിൽ പോലും
അതിലേക്ക് തൊടുന്ന ഒരു സംഖ്യയെങ്കിലും കിട്ടിയെന്ന് നമുക്ക് അനുമാനിക്കാം. വിഷു വിന്നർ എന്ന പദം നേടിക്കൊണ്ടാണ് സിനിമ തിയേറ്റർ വിട്ടത്. പിന്നീട് ഇറങ്ങിയ വൈശാഖിന്റെ 2 സിനിമകളും ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയങ്ങളായിരുന്നു. ഇന്ദ്രജിത്ത്, റോഷൻ മാത്യൂസ്, അന്നാബൻ തുടങ്ങിയവരെ മെയിൻ ക്യാരക്ടറായിട്ട് പുറത്തിറങ്ങിയ നൈറ്റ് ഡ്രൈവ്, അതുകൂടാതെ മോഹൻലാലിനെ നായകനാക്കി പുറത്തിറങ്ങിയ മോൺസ്റ്റർ തുടങ്ങിയ സിനിമ വൈശാഖിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം സിനിമകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മോൺസ്റ്റർ എന്ന സിനിമ വൈശാഖിന് മാത്രമല്ല മോഹൻലാൽ എന്ന നടന് തന്നെ ഒരുപാട് ചിത്തപ്പേരുണ്ടാക്കുകയും ചെയ്തു. ഇന്ന് വൈശാഖിന്റെ ഫിലിമോഗ്രഫി നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. 1004 സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിലും പിന്നീട് വന്ന 2 സിനിമകൾ വമ്പൻ പരാജയങ്ങളായിരുന്നു. പിന്നീട് വന്ന പുലിമുരുകനും ശേഷം വന്ന മദർ രാജയും സൂപ്പർ ഹിറ്റ് ആയെങ്കിലും ശേഷം വന്ന നൈറ്റ് ഡ്രൈവ്, മോൺസ്റ്റർ തുടങ്ങിയ വമ്പൻ പരാജയങ്ങളിലായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഒരു തിരിച്ചുവരവിനാണ് ടർബോ ലക്ഷ്യം വെക്കുന്നത്. നിശ്ചിത ഇടവേളകളിൽ ഉയർച്ചയും താഴ്ചയും കണ്ട സംവിധായകനാണ് വൈശാഖ് എന്ന സംവിധായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ 2 പരാജയങ്ങൾക്ക് ശേഷം വരുന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ ടർബോ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശംസിക്കാം. തെലുങ്കിന്റെ ഫൈറ്റും തെലുങ്കിലെ കഥകളും ഏതാണ്ട് അതേ പാറ്റേണിൽ മലയാളത്തിൽ കൊണ്ടുവന്ന് സൂപ്പർ ഹിറ്റ് ആക്കിയ സംവിധായകനാണ് വൈശാഖ്. മധുരരാജ ആയാലും ബോക്കിരാജ ആയാലും പുലിമുരുകനൊക്കെ ആയാലും ഒരു തെലുങ്ക് ടേസ്റ്റോടുകൂടി, തെലുങ്ക് ഫൈറ്റോടുകൂടി, തെലുങ്ക് സിനിമകൾ സ്ഥിരം കാണുന്ന പാറ്റേൺ വിഷ്വൽസോടുകൂടിയാണ് നമ്മളിലേക്ക് വന്നത്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് സമ്മാനിക്കാനോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കയ്യടി മേടിക്കാനോ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് വമ്പൻ പ്രശംസനീയമായ ഒരു കളക്ഷൻ തന്നെ നേടാനും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കട്ടെ. പുലിമുരുകനും മോഹൻലാലിനും പോക്കറ്റ് രാജയിലും മമ്മൂട്ടിക്കും അതുപോലെ മധുരരാജയിലും മമ്മൂട്ടിക്കും ഒക്കെ ഒരു മാസ് ഇൻട്രോ സമ്മാനിച്ച സംവിധായകനാണ് വൈശാഖ്. ഹീറോ പരിവേഷമുള്ള നായകനെ ഏറ്റവും നല്ല മാസ് ലുക്കിലാണ് സംവിധാനം അവതരിപ്പിക്കാറുള്ളത്. ടർബോയിലും നമുക്ക് ടർബോ ജോസിന് അത്തരത്തിലൊരു മാസ് ഇൻട്രോ തന്നെ കിട്ടട്ടെ. മലയാളത്തിന്റെ ഒരു മാസ് ആക്ഷൻ സംവിധായകൻ, നിലവിൽ മമ്മൂട്ടിയുടെ ലൈനപ്പിക്കുന്ന ഒരുപക്ഷെ എല്ലാ പടങ്ങളും മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള റോളുകളും പ്രശംസനീയമായ റോളുകളാണ് ചെയ്തിരുന്നത്. പ്രമേയമായാലും കാതലായാലും പിന്നീട് കണ്ണൂർ സ്ക്വാഡ് ആയാലും ഒക്കെ മമ്മൂട്ടിക്ക് ഒരു ചലഞ്ചിങ് റോൾ തന്നെയായിരുന്നു. നിലവിൽ വരാൻ പോകുന്ന ഈ ടർബോ എന്ന് പറയുന്ന സിനിമയും അതിലെ നായകനും മമ്മൂട്ടിയുടെ കരിയറിൽ ഒരുപക്ഷെ ചലഞ്ചിങ് ഉണ്ടാക്കുമെങ്കിൽ തന്നെ ഇതിലുള്ള ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ഗംഭീരമായി തന്നെ ആക്ഷൻ വിഷ്വലൈസ് ചെയ്ത സിനിമയാണ്. ഏതാണ്ട് ടർബോയ്ക്ക് വമ്പൻ വിജയാശംസകൾ നേരുന്നു. ഞാനിവിടെ വീഴുവാണ് എന്റെ കൂടെ ഒരു 10-15 പേരെ കിട്ടാം.